കൊല്ലം ചക്കുവരയ്ക്കൽ ശ്രീ ഇണ്ടിളയപ്പൻ ക്ഷേത്രത്തിൽ ഭദ്രദീപ പ്രതിഷ്ഠാ ചടങ്ങ് നടത്തി. യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റും തന്ത്രിമുഖ്യനുമായ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ശ്രീകൃഷ്ണ പരമാത്മാവിനെ ലോകം മുഴുവൻ, പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ ഭാരതീയ സങ്കല്പം തന്നെ വസുദൈവ കുടുംബകം എന്നാണ്. നമ്മളെല്ലാം, ഞാനും നിങ്ങളുമൊക്കെ ഒരു കുടുംബത്തിലെ ആൾക്കാരാണെന്ന് പറഞ്ഞു വയ്ക്കുന്ന പുരാണങ്ങൾ കൃത്യമായി പഠിച്ചില്ലെങ്കിൽ നമുക്ക് കുഴപ്പത്തിലേക്ക് പോകും. നമ്മൾ അഹങ്കാരികളായി മാറും. എന്ത് കുഴപ്പം ചെയ്യാനും മടിയില്ല. നമുക്കറിയാവുന്ന കുട്ടികളൊക്കെ വണ്ടി വിട്ട് പോകുന്നവരെ കണ്ടാൽ വെടിവെക്കുന്ന പോലെ വണ്ടി വിട്ടു പോകുന്നതാണ്. കുട്ടികളിലേക്ക് സൈക്കോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്, മാനസികാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ യജ്ഞങ്ങളുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ അനവധി കാലങ്ങളായിട്ട് പൂജ കഴിക്കുന്ന ആൾക്കാരാണ്. എന്നോടോ അദ്ദേഹത്തോടോ തന്ത്രി അദ്ദേഹത്തോടോ ചോദിച്ചാൽ നാളെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് നിശ്ചയമില്ല. എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് മനസ്സിൽ ഉറയ്ക്കണം എന്നാണ് പഠിപ്പിക്കുന്നത്. അതിനുവേണ്ടിയാണ് വിഷ്ണു പുരാണമൊക്കെ നടത്തുന്നത്. ഈ വ്യാപനം എന്നാണല്ലോ, വിഷ്ണു എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം വ്യാപനം എന്നാണ്. ഈ പ്രകൃതി മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ആ ചൈതന്യത്തെയാണ്. ശ്രീകൃഷ്ണ പരമാത്മാവിനെ ഇതൊരു രാമായണത്തിലൊരു മഹാരാജാവിൻ്റെ ചക്രവർത്തിയുടെ സങ്കല്പമാണ് പറയുന്നതെങ്കിൽ ഇത് കൂടെ നിന്ന്, നിങ്ങൾ കണ്ടതില്ലേ, നമ്മൾ കണ്ടില്ലേ, ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭഗവാന്റെ തേരാളിയായിട്ട് നിന്ന്, അർജുനൻ്റെ തേരാളിയായിട്ട് നിന്ന്, എൻ്റെ ബന്ധുക്കളാണ് നിൽക്കുന്ന മുഴുവൻ, ഇവരോടൊന്നും എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഭഗവാൻ കാണിച്ചു കൊടുത്തില്ലേ, വലിയൊരു 12K വിസ്താര പോലുള്ള ഒരു സ്ക്രീനിൽ കാണിച്ചു കൊടുത്തില്ലേ, എല്ലാവരെയും കൊന്ന് അർജുനൻ അമ്പ ചെയ്ത് കൊന്ന് കിടക്കുന്ന കാഴ്ച കാണിച്ചു കൊടുത്ത്, നീ നിന്റെ ജോലി ചെയ്യൂ എന്ന് പറഞ്ഞു കൊടുത്ത ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ. ക്ഷേത്രോദ്ധാരണ സമിതി പ്രസിഡന്റ് ബൈജു ജി തോട്ടശ്ശേരി അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രോദ്ധാരണ സമിതി സെക്രട്ടറി എസ് കൃഷ്ണകുമാർ മടത്തിലഴികത്ത് സ്വാഗതം പറഞ്ഞു. ക്ഷേത്രം തന്ത്രി നാരായണ കൃഷ്ണര് അനുഗ്രഹ പ്രഭാഷണം നടത്തി. കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകര മഹാദേവ ക്ഷേത്രം പ്രസിഡന്റും ചലച്ചിത്ര നിർമ്മാതാവുമായ വിനായക എസ് അജിത് കുമാർ കാരുണ്യസ്പർശം 2024 ഉദ്ഘാടനം നിർവഹിച്ചു. റിദീസ് വെൻജുവേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ദിലീപൻ കെ ഉപാസന, 20 വർഷക്കാലത്തോളം ക്ഷേത്രം മേൽശാന്തിയായി പ്രവർത്തിച്ച സുബ്രഹ്മണ്യൻ പോറ്റി, പുന്തലമടം തലവൂരിൽ 50 വർഷം ക്ഷേത്രം ജീവനക്കാരിയായിരുന്ന രാജമ്മ കെ മേലേവാര്യ വീട് എന്നിവരെ ആദരിക്കലും രാജമ്മ കെയ്ക്ക് മാസപെൻഷൻ വിതരണവും ചെയ്തു. മാതൃസമിതി കൺവീനറും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ഗീതാ മോഹൻകുമാർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ക്ഷേത്രോദ്ധാരണ സമിതി ട്രഷറർ എൻ രാജു നന്ദി പറഞ്ഞു. യജ്ഞാചാര്യൻ തൃശൂർ കിഴക്കേടത്തുമന VB മാധവൻ നമ്പൂതിരി മാഹാത്മ്യ പ്രഭാഷണം നടത്തി. റിപ്പോർട്ടർ കുഞ്ഞുമോൻ, കോട്ടവട്ടം. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും, മോഡേൺ, ട്രഡീഷണൽ, ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ.